നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ഹീറോ മോട്ടോ കോർപ്പിന് പറ്റാത്തതായിട്ട് വിപണിയിൽ ഒന്നുമില്ല എന്ന് ഇക്കാലത്തിനിടയിലൊക്കെ തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിൾ മുതൽ സ്പോർട്സ് ബൈക്കുകൾ വരെ ബ്രാൻഡിൽ നിന്നും വിപ്ലവം തീർത്തിട്ടുണ്ട്. അതോടൊപ്പം വിപണിയിലെ ട്രെൻഡിനനുസരിച്ച് ഇലക്ട്രിക് വാഹനങ്ങളിലും കൈവച്ച കമ്പനി അവിടെയും വെന്നിക്കൊടി പാറിച്ച് മുന്നേറുകയാണ്. ഇവികൾക്കായി പ്രത്യേകം വിട എന്നൊരു ബ്രാൻഡിന് തന്നെ ഹീറോ മോട്ടോ കോർപ്പ് രൂപം കൊടുക്കുകയുണ്ടായി. ഇതിന് കീഴിലിറങ്ങിയ V1 ഇലക്ട്രിക് സ്കൂട്ടറുകൾ ആവശ്യത്തിന് പണം വാരുകയും ചെയ്തു. എന്നാൽ ആക്റ്റീവ EVയുമായി കളം പിടിക്കാനെത്തിയ ഹോണ്ട അവിടെയും ഹീറോയ്ക്കൊരു വെല്ലുവിളി ആയേക്കുമെന്ന പ്രവചനങ്ങൾ പലരും നടത്തുകയുണ്ടായി. പക്ഷേ ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ആക്റ്റീവ EVയെ ഒതുക്കി ആളാകാൻ കമ്പനി പുതുപുത്തൻ ഇലക്ട്രിക് സ്കൂട്ടറുമായി വിപണിയിലെത്തിയിരിക്കുകയാണ്. വിട V2 എന്ന് പേരിട്ടിരിക്കുന്ന ശ്രേണിയിൽ ലൈറ്റ്, പ്ലസ്, പ്രോ എന്നീ 3 വേരിയന്റുകളാണ് അണിനിരക്കുന്നത്. കുറഞ്ഞ വിലയും ഉയർന്ന റേഞ്ചുമാണ് EVയുടെ പ്രധാന ഹൈലൈറ്റ്. ഹീറോ വിട V2 ശ്രേണിക്ക് 96,000 മുതൽ 1,35,000 രൂപ വരെയാണ്. വേരിയന്റ് തിരിച്ചുള്ള വില നിർണ്ണയത്തിലേക്ക് വന്നാൽ വിട V2 ലൈറ്റിന് 96,000 രൂപ, V2 പ്ലസിന് 1,15,000 രൂപ, V2 പ്രോയ്ക്ക് 1,35,000 രൂപ എന്നിങ്ങനെയാണ് വില വരുന്നത്. ഹീറോ മോട്ടോ കോർപ്പിന്റെ ഇലക്ട്രിക് സ്കൂട്ടർ ലൈനപ്പിലെ ഏറ്റവും താങ്ങാനാകുന്ന മോഡലാണ് വിട V2 ലൈറ്റ്. ഒറ്റ ചാർജിൽ 94 കിലോമീറ്റർ റേഞ്ച് വാഗ്ദാനം ചെയ്യുന്ന EV 2.2 kWh ബാറ്ററി പാക്കിലാണ് ഓടുന്നത്. 69 കിലോമീറ്ററാണ് ബേസ് വേരിയന്റിന് പരമാവധി പുറത്തെടുക്കാനാകുന്ന വേഗത. കൂടാതെ റൈഡ്, ഇക്കോ എന്നിങ്ങനെ 2 റൈഡിംഗ് മോഡുകളും ഇതിൽ കമ്പനി ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം മോഡേൺ ആക്കാനായി 7 ഇഞ്ച് TFT ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ഉൾപ്പെടെയുള്ള ഫീച്ചറുകളും ലൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഹീറോ വിട V2 പ്ലസ് വേരിയന്റിലേക്ക് കടക്കുകയാണെങ്കിൽ ഇതിൽ 143 കിലോമീറ്റർ റേഞ്ചുള്ള 3.44 kWh ബാറ്ററി പാക്കാണ് വാഗ്ദാനം ചെയ്യുന്നത്. അതേസമയം V2 പ്രോയ്ക്ക് 3.9 kWh ബാറ്ററി പാക്കും ലഭിക്കുന്നുണ്ട്. ഒറ്റ ചാർജിൽ പരമാവധി 165 കിലോമീറ്റർ റേഞ്ച് ഈ ഒരു ടോപ്പ് വേരിയന്റിൽ ലഭ്യമാക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. V2 ശ്രേണിയിലെ എല്ലാ മോഡലുകളിലെയും ബാറ്ററി പാക്കുകളും നീക്കം ചെയ്യാവുന്നതാണ്. റിമൂവബിൾ ബാറ്ററികളായതിനാൽ തന്നെ ഏകദേശം 6 മണിക്കൂറിൽ 80% വരെ ചാർജ് ചെയ്യാനാകുമെന്നാണ് ഹീറോ മോട്ടോ കോർപ്പിന്റെ അവകാശവാദം. 6 കിലോവാട്ട് അതായത് 8 bhp പവറിൽ പരമാവധി 26 Nm ടോർക്ക് വികസിപ്പിക്കുന്ന സ്വിംഗ് ആം ഫിറ്റഡ് PMS മോട്ടറുമായിട്ടാണ് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ബാറ്ററി സെറ്റ് ചെയ്തിരിക്കുന്നത്. ലൈറ്റിന് 2 മോഡലുകൾ മാത്രം ലഭിക്കുമ്പോൾ വിട V2 പ്ലസിനും പ്രോയ്ക്കും ഇക്കോ, റൈഡ്, സ്പോർട്ട്, കസ്റ്റം എന്നിങ്ങനെ 4 റൈഡിംഗ് മോഡുകൾ ലഭിക്കും. V2 പ്ലസിന് 85 കിലോമീറ്ററിന്റെ ഉയർന്ന വേഗതയും വിട V2 പ്രോ ഇലക്ട്രിക്കിന് 90 കിലോമീറ്ററിന്റെ ടോപ്പ് സ്പീഡുമാണ് ഉള്ളത്. ക്രൂയിസ് കൺട്രോൾ, കീലെസ് എൻട്രി, റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം എന്നിവ പോലുള്ള മോഡേൺ ഫീച്ചറുകളാലും പുത്തൻ മോഡലുകൾ സമ്പന്നമാണ് എന്ന് പറയാം. ഡിസൈനിന്റെ കാര്യത്തിൽ വിട V1 മോഡലുകൾ പോലെ തന്നെയാണ് V2 ശ്രേണിയും ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ കൂടുതൽ ആകർഷകമാക്കാനായി മാറ്റ് നെക്സസ് ബ്ലൂ, ഗ്രേ, അതുപോലെ തന്നെ ഗ്ലോസി സ്പോട്സ് റെഡ് എന്നിങ്ങനെ 2 പുത്തൻ കളർ ഓപ്ഷനുകൾ V2 EVകൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് സ്കൂട്ടറിന് 5 വർഷം അല്ലെങ്കിൽ 50,000 കിലോമീറ്റർ വാറണ്ടിയും ബാറ്ററി പാക്കുകൾക്ക് 3 വർഷം അല്ലെങ്കിൽ 30,000 കിലോമീറ്റർ വാറണ്ടിയും ലഭിക്കും. രാജ്യത്തുടനീളമുള്ള 280 നഗരങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ബ്രാൻഡിന്റെ 3100 ചാർജിംഗ് പോയിന്റുകൾ V2 ഉപയോക്താക്കൾക്ക് ഉപയോഗിക്കാമെന്ന് ഹീറോ പറയുന്നുണ്ട്. ഇന്ത്യയിലെ ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിൽ ഏതർ റിസ്ത, TVS iQube, ബജാജ് ചേതക്, ഓല S1 പ്രോ, ആംബിയർ നെക്സസ്, ഹോണ്ട ആക്ടിവ തുടങ്ങിയ മലന്മാരുമായിട്ടായിരിക്കും ഹീറോ മോട്ടോ കോർപ്പിന്റെ ഏറ്റവും പുതിയ വിട V2 മോഡലുകൾ മത്സരിക്കേണ്ടി വരുന്നത്. ഏതായാലും പുതുശ്രേണിയിലൂടെ രാജ്യത്തെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന നിർമ്മാതാക്കൾക്ക് ഈ സെഗ്മെന്റിൽ തിളങ്ങാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.